നമസ്കാരം പ്രിയ പ്രേക്ഷകരെ. ഈ മണിക്കൂറിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ഇറാനെതിരായി ഹോർമൂസ് കടലിടുക്ക് തുറക്കുന്നതിനായി നൽകിയിരുന്ന 48 മണിക്കൂർ അന്ത്യശ്വാസം താൽക്കാലികമായി പിൻവലിച്ചായി വൈറ്റ് ഹൗസ് വൃത്തങ്ങളും അറിയിച്ചിരിക്കുകയാണ്. ഈ സുപ്രധാന നീക്കത്തിന് കാരണം കഴിഞ്ഞ 2 ദിവസമായി അമേരിക്കയും ഇറാനും തമ്മിൽ നടന്നുവരുന്ന സമാധാന ചർച്ചകളിലെ ഫലപ്രദമായ പുരോഗതിയാണ് കാണിക്കുന്നത്. ഈ സംഭാഷണങ്ങളുടെ സ്വഭാവം മുൻനിർത്തി നയതന്ത്ര തലത്തിൽ ഒരു പരിഹാരം കണ്ടെത്താനുള്ള അവസാന അവസരമെന്ന നിലയിലാണ് അന്ത്യശാസനം മാറ്റിവെച്ചിരിക്കുന്നത്. ഇറാൻ ഈ സമയം പ്രയോജനപ്പെടുത്തുകയും കടൽപാത തുറക്കുകയും ചെയ്യണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹവും ഇറാനോട് ആവശ്യപ്പെടുന്നത്. ട്രംപിന്റെ നയതന്ത്രമായിട്ടുള്ള ഒരു നീക്കമായിട്ട് വേണം ഇതിനെ കാണാൻ. ആക്രമണത്തിന്റെ അന്ത്യശാസനം പിൻവലിച്ചതിനോടൊപ്പം ഇറാനിലെ ഊർജ്ജ നിലയങ്ങൾക്കും പവർ പ്ലാന്റുകൾക്കും നേരെയുള്ള സൈനിക നീക്കങ്ങൾ 5 ദിവസത്തേക്ക് താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കൻ പ്രതിരോധ വകുപ്പിനും ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ട്രൂത്ത് സോഷ്യലിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യം പങ്കുവച്ചിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസമായി വളരെ ഗൗരവമേറിയയും ക്രിയാത്മകമായ ചർച്ചകളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഇറാൻ ഇതിനോടൊന്നും കാര്യമായ രീതിയിൽ പ്രതികരിച്ച് കണ്ടിരുന്നില്ല. എന്നാൽ അമേരിക്കയുടെ 48 മണിക്കൂർ അന്ത്യശാസനം നിലവിൽ വന്നപ്പോൾ തന്നെ ഇറാൻ ഇതിനോട് പ്രതികരിക്കുകയും ഇറാന്റെ ഊർജ്ജ സ്രോതസ്സുകളെ ആക്രമിക്കുന്ന ഒരു നടപടി അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ ഇസ്രയേലിലെയും മിഡിൽ ഈസ്റ്റിലെയും ഊർജ്ജ സ്രോതസ്സുകൾക്ക് നേരെ ഇറാൻ ആക്രമണം കടുപ്പിക്കുമെന്നും അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലുള്ള എല്ലാ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണം കടുപ്പിക്കുമെന്നും ഇറാന്റെ ഭാഗത്തുനിന്ന് പ്രതികരണം ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ 48 മണിക്കൂർ അന്ത്യശാസനം പിൻവലിക്കാനുണ്ടായ കാരണം ഇറാനും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകളുടെ പുരോഗതി ആണെന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹവും വിലയിരുത്തുന്നത്. ലോകമെമ്പാടുമുള്ള എണ്ണ വിപണിയും ഊർജ്ജ മേഖലയും ബാധിക്കുന്ന വിഷയമായതിനാൽ അതീവ ജാഗ്രതയോടെ തന്നെയാണ് അന്താരാഷ്ട്ര സമൂഹവും ഈ നീക്കത്തെ എല്ലാം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്.